അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ള സെൽ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാവുന്നത് സെല്ലൊരു പാത്രത്തില് അല്ലെ, ഒരു ചെപ്പ്, ആ ചെപ്പിനകത്ത് ഒരു ലിക്വിഡ് ഇങ്ങനെ നിറച്ചിരിക്കുന്ന പോലെയാണ്. അപ്പോ ആ ചെപ്പിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രം അല്ലെങ്കിൽ അതിനുള്ള കവറിങ്, അതിനെ നമ്മൾ പറയും സെൽ മെംബ്രെയിൻ. അത് കഴിഞ്ഞാൽ ഈ ചെപ്പിന്റെ അകത്തുള്ള ദ്രാവകം, അതിനെ നമ്മൾ പറയും സൈറ്റോപ്ലാസം അല്ലെ, സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും? ഏറ്റവും സെൻട്രലായിട്ട് നമ്മൾ പറഞ്ഞു കാണുന്നതാണ് ന്യൂക്ലിയസ് അല്ലെ, ഏറ്റവും സെൻട്രലായിട്ട് നമ്മൾ കാണുന്ന സാധനമാണ് ന്യൂക്ലിയസ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് മൈറ്റോകോൺട്രിയോൺ കാണാം, പിന്നെ ഗോൾഗി ബോഡീസ് അല്ലെ, ഗോൾഗി ബോഡീസ്, പിന്നെ എന്താണ് ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റ് വന്ന് ക്ലോറോപ്ലാസ്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ. അതിന് നോക്കി പറയണല്ലേ, സംഗതി മാറിപ്പോയി, സെല്ല് മാറിപ്പോയി. ഞാൻ പറഞ്ഞത് നമ്മുടെ സെല്ലിന്റെ കാര്യട്ടാ. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ ഗോൾഗി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ നമ്മൾ പറഞ്ഞത് 3 സോമുകളാണ്. ഗോൾജി കോംപ്ലക്സ് പറഞ്ഞു. പിന്നെ 3 സോമുകളാ. ഏതൊക്കെ 3 സോമുകൾ? റൈബോസോം, പിന്നെന്താ ലൈസോസോം, പിന്നെ സെൻട്രോസോം. ഈ 3 സോമുകളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സെല്ലിന്റെ അകത്ത് നമ്മൾ കാണുന്ന കാഴ്ച. അങ്ങനെ സെല്ലിന്റെ അകത്ത് ഈ സൈറ്റോപ്ലാസത്തിലുള്ള എല്ലാ വസ്തുക്കളെയും, അതായത് ഈ മർമ്മം ഒഴികെ, അതായത് ന്യൂക്ലിയസ് ഒഴികെ ബാക്കി എല്ലാത്തിനെയും നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുക സെൽ ഓർഗനൽസ് എന്നാണ് വിളിക്കുക. കേൾക്കണ്ട, എല്ലാത്തിനെയും കോമൺ ആയിട്ട് നമുക്കൊരു പേര് വിളിക്കാം. ഇതിനെല്ലാത്തിനെയും, ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതാ മൈറ്റോകോൺട്രിയോൺ, ഗോൾഗി ബോഡീസ്, സൈറ്റോപ്ലാസം, ലൈസോസോം എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനെ കോമൺ ആയിട്ട് നമ്മൾ പറയാ സെൽ ഓർഗനൽസ് എന്ന് വിളിക്കാം. നമുക്ക് സെൽ ഓർഗനൽസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ ഓർഗനൽസ് എന്നാണ് വിളിക്കുക. അപ്പൊ ആ സെൽ ഓർഗനൽസ്, അതിനെ കുറിച്ചിട്ടാണ് നമുക്കിനി പറയാനുള്ളത്. നമ്മൾ ഓൾറെഡി ഈ പറയുന്ന ന്യൂക്ലിയസിനെ കുറിച്ച് പറഞ്ഞു. ന്യൂക്ലിയസിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാ പറഞ്ഞേ? ന്യൂക്ലിയസ് നമ്മൾ എടുത്തു വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഏകദേശം അല്ലെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ന്യൂക്ലിയസിനെ ഒരു കൊട്ടവഞ്ചിയോടാണ്. അപ്പൊ ന്യൂക്ലിയസിന് ഇതേപോലെ സെൽ മെംബ്രെയിൻ ഉള്ളതുപോലെ ന്യൂക്ലിയസിനും ഉണ്ടൊരു മെംബ്രെയിൻ അല്ലെ. അതിനെ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്നാണ്. ന്യൂക്ലിയസിന്റെ ഇതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയർ മെംബ്രെയിൻ. ഈ ന്യൂക്ലിയർ മെംബ്രെയിന് നിറയെ ഓട്ടകളാണ്. ആ ഓട്ടകളെ നമ്മൾ വിളിക്കും ന്യൂക്ലിയർ പോഴ്സ് അല്ലെ. ഓർമ്മല്ലേ? ന്യൂക്ലിയർ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാതിരുന്നത് നമ്മുടെ അഞ്ചോ ശ്രദ്ധിക്കാട്ടാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ക്ലാസ് ശരിയായില്ല, അത് കാരണം കൊണ്ട് മാഷ് പിന്നെ അതിന്റെ വീഡിയോ ഇട്ടില്ല. അപ്പൊ ഞാനൊന്ന് ചുരുക്കി പറയാം. ന്യൂക്ലിയർ പോഴ്സ്, അതിനെ വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയർ പോഴ്സ്. ഇനി ഈ ന്യൂക്ലിയർ പോഴ്സിന്റെ ഉള്ളിൽ നിറയെ പറയാണ് ഈ പാത്രം ഇതിൽ കിടക്കുകയാണ്. അപ്പൊ ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ലിക്വിഡിലാണ് ഇത് കിടക്കുന്നത്. ആ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ലിക്വിഡിൽ കിടക്കുന്ന ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന പാത്രത്തിലും ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ പറയാ? ന്യൂക്ലിയോപ്ലാസം. എന്താ പറയാ നമ്മള്? ന്യൂക്ലിയോപ്ലാസം. മറ്റത് സൈറ്റോപ്ലാസം. സെല്ലിന്റെ ഉള്ളിൽ കിടക്കുന്നത് സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താ? ന്യൂക്ലിയോപ്ലാസം. അതും പ്ലാസം, ഇതും പ്ലാസം. അത് സൈറ്റോപ്ലാസം, ഇത് ന്യൂക്ലിയോപ്ലാസം.
ഇനി ന്യൂക്ലിയോപ്ലാസത്തിൽ കിടക്കുന്ന സാധനങ്ങൾ എന്താന്ന് ചോദിച്ചാൽ കുറെ നാരുകൾ പോലത്തെ സാധനം കിടക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരെന്താ? റെറ്റിക്കുലം. ക്രൊമാറ്റിൻ റെറ്റിക്കുലം. ഇനി അത് കൂടാതെ ഇതിന്റെ ഏറ്റവും നടുക്കിലായിട്ട് എന്താണെന്നാ പറയുന്നത്, ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അതായത് ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയസ്. അതിനെ പറയുന്ന പേരെന്താ? ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയസ്. അതാണ് ന്യൂക്ലിയോലസ് അല്ലെ? എന്തായാലും വിളിക്കുന്ന പേര് ന്യൂക്ലിയോലസ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓർമ്മണ്ട? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ഓക്കെ. ഇതിന്റെ വിശദമായിട്ടുള്ള കഥകളൊക്കെ നമ്മളന്ന് പറഞ്ഞു. ക്രൊമാറ്റിൻ റെറ്റിക്കുലം പുറത്തുനിന്ന് വീണ്ടും നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനെ സൈറ്റോപ്ലാസത്തിൽ നിന്നും ന്യൂക്ലിയസിനെ വേർതിരിച്ചു നിർത്തുന്ന ന്യൂക്ലിയസിന്റെ ഒരു കവറിംഗ് ആണ് എന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ. പക്ഷെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു മെംബ്രെയിൻ അല്ല. അതിന് നിറയെ ഓട്ടകളുണ്ട്. ഓട്ടകളാണ് ന്യൂക്ലിയർ പോർ. ആ ന്യൂക്ലിയർ പോഴ്സ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഈ ന്യൂക്ലിയസിനകത്തുള്ള ലിക്വിഡും അതുപോലെ ന്യൂക്ലിയസിന് പുറത്തുള്ള ലിക്വിഡ്. ന്യൂക്ലിയസിന് പുറത്തുള്ള ലിക്വിഡ് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം. അപ്പൊ സൈറ്റോപ്ലാസത്തിലത്തെ ലിക്വിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം? ലിക്വിഡുകൾ തമ്മിൽ മിക്സ് ആവാം. മിക്സ് ആവാം. അപ്പൊ രണ്ടും പ്ലാസം തന്നെയാണ്. പുറത്തുള്ളത് സൈറ്റോപ്ലാസം ആണെങ്കിൽ അകത്തുള്ളത് എന്താ? ന്യൂക്ലിയോ പ്ലാസം. പിന്നെ നമ്മൾ പറഞ്ഞത് ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിനെ കുറിച്ചിട്ടാണ്. ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിനെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ DNA അല്ലെ, നമ്മുടെ സ്വഭാവം, ദേ ക്യാരി ജീൻസ്, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്. നമ്മുടെ സ്വഭാവം, നമ്മൾ ആരുടെ മുഖഛായയാണ്, ആരുടെ സ്വഭാവമാണ്, എങ്ങനെയായിരിക്കണം, നമ്മുടെ തലമുറകളായിട്ട് നമുക്കൊരു പ്രത്യേക രൂപം നമുക്കുണ്ടായിരിക്കും. ആ രൂപം തീരുമാനിക്കുന്നത് ആരാ? അത് അടങ്ങിയിരിക്കുന്ന, ആ സ്വഭാവം അടങ്ങിയിരിക്കുന്നത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിലാണ്. ഈ പറയുന്നില്ലേ നാര് പോലെ, നൂല് പോലത്തെ സാധനത്തിലാണ്. ഇനി ഇങ്ങനെ ഉള്ള ഈ ന്യൂക്ലിയസിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, അതിനെല്ലാം നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയസിന്റെ മർമ്മം, അതായത് ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സാധനം. ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ഈ സ്വഭാവ നിർണയം നടത്തുമ്പോ, അതുകൂടാതെ ഞാൻ വേറൊരു കാര്യം പറയാം. ന്യൂക്ലിയോലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവ നിർണയം നടത്തുമ്പോൾ, സ്വഭാവ നിർണയമില്ല, നമുക്കറിയാലോ, നമ്മളിങ്ങനെ ഓരോ വർഷം കഴിയും തോറും നമ്മളല്ല, നിങ്ങളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ 1ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ വലുപ്പമാണോ ഇപ്പോഴും? നിങ്ങൾ ആ ഉടുപ്പൊക്കെ ഇപ്പൊ പാകാവോ? അല്ല അല്ലേ? ഇപ്പോ കഴിഞ്ഞ കൊല്ലത്തേക്കാൾ, അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഇപ്പൊ ഇത്തിരി കൂടി വലുതായി ഉണ്ടാവും. ശരിയല്ലേ? അല്ലേ? നമ്മളെങ്ങനെയാ വലുതാവണത്? നമ്മുടെ ശരീരം എങ്ങനെ നമ്മൾ ആ വലുതാവുന്നതിനെ പറയും വളരുന്നു എന്ന് പറയും, വളർച്ച. എങ്ങനെ ഈ വളർച്ച ഉണ്ടാവുന്നത്? നമ്മൾ ഒരിക്കൽ വീട് കെട്ടിയാൽ ഈ വീട് എല്ലാ കൊല്ലവും ഇങ്ങനെ വളരുമോ? നമ്മുടെ ശരീരം വീട് നിർമ്മിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണെങ്കിൽ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ വീട് ഒരിക്കലും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരില്ല, അത് അതേപോലെ തന്നെ കാണും എത്ര കൊല്ലം കഴിഞ്ഞാലും. അല്ലേ? നമ്മുടെ ബോഡി അങ്ങനെയാണോ? അല്ല, അത് വളരുന്നു. എങ്ങനെയാ അത് വളരണത്? സെല്ല് വളരില്ല, അതാണ് പ്രത്യേകത. സെല്ല് എത്ര കാലം കഴിഞ്ഞാലും സെല്ലിന്റെ വലുപ്പത്തിന് വ്യത്യാസമില്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? സെല്ലിന്റെ വലുപ്പത്തിന് വ്യത്യാസമില്ല, പക്ഷെ എണ്ണത്തിൽ എന്തുണ്ട്? അതന്നെ, സെല്ലിന്റെ എണ്ണം കൂടും. അപ്പൊ ഇത് അടുത്ത കൊല്ലം നമുക്ക് പറയാനുള്ള സാധനം കേട്ടാ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ സെല്ലിന്റെ എണ്ണം കൂടുമ്പോഴാണ് വളർച്ച എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അപ്പൊ സെല്ല് എങ്ങനെയാ വളരുന്നത് അല്ലെങ്കിൽ എണ്ണം കൂടുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സെല്ല് തന്നെ കുറച്ച് കഴിഞ്ഞാൽ 2 സെല്ലാവും, പകുതി വെച്ച് മുറിയും. മനസ്സിലായ? എന്നിട്ട് മുറിഞ്ഞിട്ടുണ്ടാകുന്ന സെല്ലുകൾ പഴയ പോലെ ആവുമ്പോൾ അത് വീണ്ടും മുറിയും, വീണ്ടും മുറിയും. അങ്ങനെ മുറിഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ ബാക്ടീരിയ വളരുന്നു എന്ന് പറയുന്നു? കേട്ടിട്ടില്ലേ? വൈറസ് പടരുക എന്നൊക്കെ പറയില്ലേ നമ്മള്? അതേപോലെ
സെല്ലുകൾ ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെല്ല് മുറിക്കുന്നതിൽ പ്രധാന ആളാണ് റൈബോസോം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ റൈബോസോമിനെ സഹായിക്കുന്ന ആളാണ് ആര്? ആരാ? മനസ്സിലായോ? എന്താ ഈ പറയുന്ന സെല്ല് മുറിയുന്നതിൽ? അപ്പൊ അത് നോക്കാം. ഓക്കെ, ഇനി അപ്പോൾ റൈബോസോമിനുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട്. പിന്നെ അത് മാത്രമല്ല, റൈബോസോമിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. റൈബോസോമിന്റെ കാര്യം നമുക്ക് പറയാം, പ്രത്യേകം എടുത്ത് പറയാം. അത് നമുക്ക് പറയാം, അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഞാൻ പറയട്ടെ ഇനി ഓരോരുത്തരെ കുറിച്ചിട്ട്. ഓരോരുത്തരെ കുറിച്ചിട്ട് ഓക്കെ പറയാലോ അല്ലേ? നമുക്ക് ഇതിലത്തെ പങ്കെടുത്ത ആൾക്കാർ ഓരോരുത്തരെ ആദ്യം സെല്ലിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ആരെ കുറിച്ചിട്ടാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ന്യൂക്ലിയസ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിനി പറയാനുള്ളത് ആരെ? അതായത് സെൽ ഓർഗനൽസിനെ കുറിച്ചിട്ട് ഇനി നമുക്ക് പറയാം. സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ മെമ്പർമാര്, സെല്ലിനകത്തെ ആൾക്കാർ. സെല്ലിനകത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ന്യൂക്ലിയസിനെ ഒഴിവാക്കി ബാക്കിയുള്ള ആളുകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാ ഒന്ന് പറഞ്ഞ എണ്ണിക്കോളൂ. ഏതൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, ഗോൾഗി കോംപ്ലക്സ്, സൈറ്റോപ്ലാസം ഇല്ലേ, സോറി, ഗോൾഗി കോംപ്ലക്സ്, റൈബോസോം, ലൈസോസോം, സെൻട്രോസോം അല്ലേ? ഇതാണ്. അപ്പൊ അതില് നോക്കാം, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഞാൻ അതിന്റെ ചിത്രം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അന്ന് അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയത് തോന്നുന്നുണ്ട് അല്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ശ്രദ്ധിക്കൂ. ദാ ഇന്നടിക്കലത്തേട്ടാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാണ്ടല്ലോ? കണ്ടില്ലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് നോക്കൂ, ഒരു കടലാസ് ഇങ്ങനെ 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 വെച്ച പോലെയാണ്. കണ്ടില്ലേ? ഞാൻ ഇവിടെ വരയ്ക്കണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ശരിക്ക് അത് ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഒരു പേപ്പർ ഉണ്ടാ. ഞാൻ അന്ന് വരച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു നിങ്ങൾക്ക്, മൂട്ടുമുയലിനെ ക്യാരറ്റ് കാണിച്ചു കൊടുക്കാനുള്ള വഴി. അല്ലേ? ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരച്ചു കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? അപ്പൊ അത് ഇത് നോക്കൂട്ടാ, ഇത് കാണാണ്ട. അപ്പൊ ഞാൻ ഷെയർ ചെയ്യണതാവും കാണണ്ടാവുക. നോക്കാട്ടാ. ഓക്കെ, ഞാൻ തൽക്കാലം ഇതാ വീണ്ടും നോക്കൂ അല്ലെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനന്ന് വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ മൂട്ടുമുയലിന് എന്താണ് ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ ക്യാരറ്റ് ഇരിക്കുന്നു. ഇതിലേക്ക് എത്തണം. അപ്പൊ മൂട്ടുമുയലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരറ്റിന്റെ അങ്ങോട്ട് പോകാനുള്ള വഴി ആകെ കുടുങ്ങിയിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ എത്തണം. ആ വഴി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നമ്മൾ ചെയ്യാറില്ലേ പണ്ട്? ഇതിന്റെ ഇടയിൽ എവിടെയും മുട്ടാതെ കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് എത്താനുള്ള ഒരു വഴി. അതേപോലെ സെല്ലിനകത്ത് ഒരു വഴി, ഇതുപോലത്തെ ഒരു വഴിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇപ്പൊ നിങ്ങൾ കണ്ട ആ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മാഷ് ഒന്നും കൂടി കാണിച്ചു തരാം. നോക്കുക, ഇനി നോക്കൂ. ഇനി നിങ്ങൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കൂ. അപ്പൊ ഒരു ചെറിയ ഐഡിയ കൂടി കിട്ടും. നോക്കൂ, കണ്ട ആകെ മടക്കുകളും തിരിവുകളും വളവുകളും.
ആ ഈ മടക്കുകളും തിരിവുകളും വളവുകൾക്കും ഇടയിലൂടെയാണത്രേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ സെല്ലിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എത്തുന്നത് എന്നാ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം എവിടേക്ക് എത്തണത്? നമ്മൾ കഴിക്കുമ്പോ അത് എത്തണത് വയറിലേക്കാണ്, അല്ലേ? അല്ലേ? ആ പറയാറില്ലേ വീട്ടുകാര് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറയാറില്ലേ? ആ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു കാര്യമാണത്, അല്ലേ? എന്തേലും മടി പറയാറുണ്ടാ അത് ചെയ്യുമ്പോ? ഉണ്ട് തോന്നുന്നു. എന്തായാലും ആവട്ടെ. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ അത് വയറിലേക്കാണ് പോണത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിന്റെ അംശം എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ വിരലിന്റെ തുമ്പത്തേക്ക് പോലും അത് എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ സെല്ലിലേക്കും അതിന്റെ ഒരു അംശം എത്തുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിച്ച് കുറെ ചോറുണ്ടിട്ട് അല്ലെ കാലൊന്ന് കുടയും, അപ്പൊ കുറെ ചോറ് കാലുമ്പിലേക്ക് പോകും. പിന്നെ ഇടത്തെ കാല് കുടയും, അപ്പൊ കുറെ ചോറ് ഇടത്തെ കാലുമ്പിലേക്ക് പോകും. പിന്നെ കയ്യൊന്ന് കുടയും. അങ്ങനെയാണോ പോണത്? അങ്ങനെയാണോ പോണത്? കണ്ടിട്ടാ? ഇല്ല, അങ്ങനെയല്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനൊക്കെ രൂപം മാറിയിട്ട് അത് വേറെ രൂപത്തിൽ, ഗ്ലൂക്കോസിന്റെ രൂപത്തിലാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലിലേക്ക് അത് പോവുക. അത് പോകുമ്പോ സെല്ലിനകത്ത് നമ്മൾ പരിചയപ്പെട്ട എല്ലാ ആളുകൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ? എല്ലാ ആൾക്കാരും നമ്മൾ അതിൽ പറഞ്ഞില്ലേ, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയോൺ, റൈബോസോം, ലൈസോസോം, സെൻട്രോസോം, പിന്നെ ഗോൾഗി ബോഡീസ് എന്നൊക്കെ പറയുന്ന എല്ലാ സാധനങ്ങൾക്കും അതെത്തണം. അതെത്താൻ അത് പോകുന്നത്, അത് കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളിലൂടെയാണെന്നാണ് പറയുന്നത്. അതാണ് ദേ കണ്ട, നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതില്, ദ പാസേജ് ഇൻ ദ സെൽ എന്നാ പറയുന്നത്. കണ്ടില്ലേ അതില്? കാണാണ്ട? ദ പാസേജ് ഇൻ ദ സെൽ, അത് സെല്ലിലെ പാസേജ് ആണെന്നാ പറയുന്നത്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഇൻസൈഡ് ദ സെൽ. നമ്മൾ കഴിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടൊന്ന് ഭക്ഷണമാണ്. പിന്നെ സെല്ല് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ്, വേസ്റ്റ്, ആ വേസ്റ്റ് മെറ്റീരിയൽ, അതിനെയൊക്കെ വേസ്റ്റിനെ പുറത്തേക്ക് ആക്കലും നല്ലതിനെ ഉള്ളിലേക്ക് ആക്കലും ഒക്കെ ചെയ്യുന്നത് ഇതിലൂടെ, ആ സഞ്ചാരം നടക്കുന്നത് ഇതിലൂടെയാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേട്ടാ, ഈ സെല്ലിന് ആകൃതി കൊടുക്കുന്ന ഒരു സാധനമാണ് ഏത്? ഇത് സെല്ലിന് ആകൃതി, ഒരു ഷേപ്പ് കൊടുക്കുന്നത്. നമുക്ക് ഷേപ്പ് തരുന്ന സാധനം എന്താ? നമ്മുടെ മുഖത്തിനൊരു ഷേപ്പ്. എല്ലാവരുടെ മുഖം ഒരുപോലെയാണോ? ചില ആൾക്കാരുടെ മുഖം നീളത്തിലായിരിക്കും, ചില ആൾക്കാരങ്ങനെ പരന്നിട്ടായിരിക്കും, ചില ആൾക്കാരങ്ങനെ കുഴിഞ്ഞിട്ടായിരിക്കും. ആ ഷേപ്പ് അങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? എന്താ? നമ്മുടെ ഈ തൊലിയൊക്കെ ഉണ്ടല്ലോ, നെറ്റീമിലൊക്കെ തൊട്ട് നോക്കുക നിങ്ങൾ. നോക്കൂ, ഈ തൊലിയൊക്കെ എന്തുമ്മലോ വെച്ച് പിടിപ്പിച്ചേർക്കാണ്. എന്തുമലാണത്? ആ എല്ലുമ്മേ, തലയോട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറയണത് നമ്മുടെ എന്താ എല്ലുമ്മേൽ ഇങ്ങനെ വലിച്ചു മുറുക്കി ടൈറ്റാക്കി പിടിപ്പിച്ച് നിർത്തിയേർക്കുക. അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു രൂപം ലഭിക്കുന്നത്. എല്ലില്ലാന്ന് വിചാരിച്ചോളൂ, നമ്മളൊക്കെ ഓരോ ചാക്ക് കെട്ട് പോലെ ഉണ്ടാവും, പഞ്ഞി നിറച്ച് ചാക്ക് കെട്ട് പോലെ ഉണ്ടാവും. എല്ലാവരും ഒരേപോലെയാവും. തോന്നുന്നില്ലേ ആലോചിക്കുമ്പോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയല്ലേ? നമ്മളെല്ലാവരും ഏതാണ്ട് ഒരു പഞ്ഞി നിറച്ച ചാക്ക് പോലെ ഒരു മുക്കിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഷേപ്പ്, എല്ലാവർക്കും ഒരേ ഷേപ്പ്. അപ്പോ നമുക്ക് ഷേപ്പ് നൽകുന്നത്, അതുപോലെ ഫേംനെസ് നൽകുന്നത് നമ്മുടെ സ്കെലട്ടൻ ആണ്. സ്കെലട്ടൻ കേട്ടിട്ടില്ലേ? സ്കെലട്ടൻ. അതേപോലെ ഇതും എന്താണെന്നാ പറയണത്? ഇതും ഒരു സ്കെലട്ടൻ ആണ്. സ്കെലട്ടൻ ആയതുകൊണ്ട് ഇത് എന്തിന്റെ സ്കെലട്ടൻ ആണെന്ന് പറഞ്ഞേ? സെല്ലിന്റെ സ്കെലട്ടൻ. അതുകൊണ്ട് ഇതിനെ സൈറ്റോസ്കെലട്ടൻ എന്ന് പറയുന്നു. കണ്ടാ?
അതിന്റെ ഒരു പേര് നോക്കിയേ, കണ്ടില്ലേ? ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, കണ്ട? അതിനെ നിന്ന് വിളിക്കുന്നു എന്നാ പറയണത്? സൈറ്റോസ്കെലട്ടൻ. എന്താ പറയൂ? എന്തായാലും വിളിക്കുക നമ്മള്? സൈറ്റോസ്കെലട്ടൻ. ഓക്കെ. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടിയ? എന്തൊക്കെയാ ചെയ്യണത്? which form the passage in the cell that provide conduction of material inside the cell and എന്താണ് it provide shape, firmness, that is it is a cytoskeleton. ഓക്കെ, മനസ്സിലായില്ലേ? പറഞ്ഞു മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്നത്. എന്തൊക്കെയാ രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞേ? എന്തായാലും ഒന്നും മിണ്ടാത്തേ? ഷേപ്പും ഫേമിനസും ഒരു കാര്യം. പിന്നെ അതായത് പാസേജ്. ഒറ്റ വാക്കിന് പറഞ്ഞ പാസേജ്. ഇറ്റ് ഈസ് ദ പാസേജ് ആൻഡ് ഇറ്റ് ഗീവ്സ് ഷേപ്പ് ആൻഡ് ഫേമിനസ്. ഓക്കെ, ഷേപ്പും ഫേമിനസും തരുന്നത് കൊണ്ട് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒരു പ്രത്യേക പേര് വിളിക്കുന്നു. എന്താണ് ആ പേര്? പറയൂ, എന്താ പേര്? മറന്നാ? പേരെന്താ? എന്താ നിങ്ങൾ ഇത്ര ലാഗ് ചെയ്യണ? കണക്ഷൻ പോണ്ടാ? എന്താ ലാഗ് ചെയ്യണ മക്കളെ? എന്നാ പറയ്, വേഗം പറയ്, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. സൈറ്റോ CYTO സ്കെലട്ടൻ. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇതാ, അടുത്ത ആളെ നമ്മൾ പിന്നെ പരിചയപ്പെട്ടത് മൈറ്റോകോൺട്രിയോൺ ആണ്. മൈറ്റോകോൺട്രിയോൺ കണ്ടില്ലേ? മൈറ്റോകോൺട്രിയോൺ അതിന്റെ ഷേപ്പ് കണ്ട? മൈറ്റോകോൺട്രിയോന്റെ ഷേപ്പ്. മൈറ്റോകോൺട്രിയോൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേട്ടാ, നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലുകളിലും മൈറ്റോകോൺട്രിയോൺ ഉണ്ട്. എന്നാൽ ചില ഭാഗത്തുള്ള സെല്ലുകളിൽ മൈറ്റോകോൺട്രിയോൺ വളരെ കൂടുതലാണ്. എല്ലാ ഭാഗത്തും, നമ്മുടെ മുഖത്തും വയറുമ്മിലും കയ്യുമ്മിലും കാലുമ്മിലും ഒക്കെ ഉണ്ട്. പുറത്ത് കാണുന്ന തൊലിയുമേ മൈറ്റോകോൺട്രിയോൺ ഉണ്ട്. എന്നാൽ അകത്ത്, നമ്മുടെ ശരീരത്തിന്റെ അകത്ത്, പുറത്ത് നമുക്ക് എന്തോരം അവയവങ്ങളുണ്ടോ അതിനേക്കാൾ ഒരുപാട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അകത്തുണ്ട്. ഇന്റേണൽ ഓർഗൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഇന്റേണൽ ഓർഗൻസ് ഏതൊക്കെയാ അറിയോ? അതൊക്കെ ആരോടെ ചോദിക്കുന്നു പോവാ? ഇന്റേണൽ ഓർഗൻസ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് എവിടേക്കാ ഇടുക? അത് കേട്ടിട്ടില്ലേ നിങ്ങള്? ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം എവിടേക്കാ പോണേ? സ്റ്റൊമാക്ക് എന്ന് പറയാറില്ലേ? സ്റ്റൊമാക്ക്. സ്റ്റൊമാക്ക് ഒരു ഇന്റേണൽ ഓർഗൻ ആണ്. ലങ്സ് ഒരു ഇന്റേണൽ ഓർഗൻ ആണ്. ഹാർട്ട് കേട്ടിട്ടില്ലേ നിങ്ങള്? മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റേണൽ ഓർഗൻ ആണ്. പിന്നെ ലിവർ അല്ലെ? ലിവർ കേട്ടിട്ടില്ലേ? ലിവർ. പിന്നെ കിഡ്നീസ് അല്ലേ? ഇനിയുണ്ട്, ഒരുപാടുണ്ട് അല്ലെ? ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ തന്നെ പറഞ്ഞപ്പോ കണ്ടില്ലേ അതിന്റെ എണ്ണം? നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും കൂടുതലായില്ലേ? ബ്രെയിൻ. ഇതൊക്കെ ഇന്റേണൽ ഓർഗൻ ആണ്. ഇതൊക്കെ. ഇനി അത് കൂടാതെ സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, ഇതൊക്കെ ഇന്റേണൽ ഓർഗൻസാ. ഈ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രത്യേകത, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ ഇന്റേണൽ ഓർഗൻസിന്റെ മീൻസ് ഇന്റേണൽ ഓർഗൻസ് ഓരോ പണി ചെയ്യാൻ, ഓരോ വർക്ക്. നമ്മുടെ ശരീരം ഒരു ഫാക്ടറി പോലെയാണ്. ആ ഫാക്ടറിയുടെ ഉള്ളിൽ, ഇപ്പൊ നിങ്ങൾ ഫാക്ടറിയിൽ എങ്ങാനും പോയിണ്ട? പണിസ്ഥലത്ത് പോയിണ്ട? ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലങ്ങളിൽ
ഫാക്ടറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ, വലിയ ജോലി സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരും ഓരോ ജോലിയിൽ ഏർപ്പെടും. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഓരോരോ ജോലികൾ ഓരോരോ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇല്ലേ? അറിയില്ലേ? അത് നിങ്ങൾക്ക് കേട്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും വേണ്ടില്ലേ, കേട്ടിട്ടില്ലേ? ആ സ്റ്റൊമാക്കിന്റെ പണി എന്താ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. സ്റ്റൊമാക്ക് എന്താ? നമ്മൾ ഭക്ഷണം കഴിച്ചാ ഭക്ഷണം ചെല്ലുന്നത് എവിടേക്കാ? സ്റ്റൊമാക്ക്. അതിന്റെ വർക്ക് എന്താ? സ്റ്റൊമാക്കിന്റെ വർക്ക് വയറ് നിറച്ച് നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കൂ, ഒരു ക്ഷീണമൊക്കെ തോന്നാറില്ലേ? ഒരു ഉറക്കം വരാനൊക്കെ തോന്നാറില്ലേ ചെറുതായിട്ട്? അതെന്താ കാരണം? എന്താ കാരണം ചോദിച്ചാൽ അപ്പോഴാണ് നമ്മുടെ സ്റ്റൊമാക്ക് പണിയെടുക്കുക. സ്റ്റൊമാക്ക് പണിയെടുക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തളരും, അവിടുത്തെ എനർജിയൊക്കെ സ്റ്റൊമാക്ക് കൊണ്ട് എടുക്കും. അപ്പോഴാണ് നമുക്കൊരു ക്ഷീണം, അയ്യോ വയ്യ. എന്നാൽ നമ്മൾ ജനിച്ച കാലം തൊട്ട് മരിക്കുന്നത് വരെ നിർത്താതെ പ്രവർത്തിക്കുന്ന ഒരു അവയവമുണ്ട് നമുക്ക്. ഏതാണെന്ന് പറയാൻ പറ്റുമോ? ആ അവയവം നിന്നാൽ, പ്രവർത്തനം നിന്നാൽ പറയും ആള് മരിച്ചോട്ട്, ആള് എന്താ തീർന്നു. ഹേർട്ട്. അതന്നെ, അതെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈറ്റോകോൺട്രിയോന്റെ കാര്യമാണ്. നമ്മുടെ ശരീരത്തില് സ്റ്റൊമാക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സെല്ലുകളിലും മൈറ്റോകോൺട്രിയോൺ ഉണ്ട്, ഹാർട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകളിലും മൈറ്റോകോൺട്രിയോൺ ഉണ്ട്. പക്ഷെ ഹാർട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകളിലെ മൈറ്റോകോൺട്രിയോന്റെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അതായത് ഇപ്പൊ സ്റ്റൊമാക്ക് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകളിലെ മൈറ്റോകോൺട്രിയോൺ ഇപ്പൊ ഒരു 10 ഉണ്ടെന്ന് വിചാരിച്ചു. ഹാർട്ട് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് 100, 1000, 2000 ഒക്കെ ആവും. അതെന്താ അങ്ങനെ വരാൻ കാരണം? അത്ഭുതം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടായിരിക്കും? കേൾക്കാൻ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്ക്? എന്തുകൊണ്ടായിരിക്കും? അപ്പൊ ചോദിക്കുക എന്തുകൊണ്ടത്? എന്തുകൊണ്ടാ ചോദിക്കുക. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മള് നമ്മുടെ ബോഡിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനർജി വേണം, അല്ലെ? ഇപ്പൊ നിങ്ങൾ 2 ദിവസം പട്ടിണിക്ക് ഇട്ടിട്ട് പറയാണ് ഇനി പോയിട്ട് മക്കൾ പോയിട്ട് കളിച്ചോ എന്ന് പറയാണ്. കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ബോളൊക്കെ മേടിച്ചു തന്നു, ക്രിക്കറ്റ് ബാറ്റും ബോളും ഒക്കെ മേടിച്ചു തന്നു, പോയി കളിച്ചോ എന്ന് പറയണേ. 2 ദിവസമായിട്ട് പച്ചവെള്ളം തന്നിട്ടില്ലേ നിങ്ങൾക്ക്? കളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ആ ബാറ്റ് എടുത്തൊന്ന് പൊന്തിക്കാൻ പോലും പറ്റില്ല, ശരിയല്ലേ? എന്താ പറ്റാത്തെ? എനർജി ഇല്ല. എനർജി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫുഡ് അടിക്കണം. അപ്പൊ നമുക്ക് ഫുഡ് അടിക്കണം. ഓക്കെ, അപ്പൊ എനർജി വേണം. ഫുഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എനർജി വേണം. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്കും പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണം. ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് മൈറ്റോകോൺട്രിയോൺ. മനസ്സിലായി പറഞ്ഞത്? മൈറ്റോകോൺട്രിയോൺ, അതായത് മൈറ്റോകോൺട്രിയോണിനെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് മൈറ്റോകോൺട്രിയോണിനെ വിളിക്കുക പവർ ഹൗസ് എന്നാണ് അത്ര വിളിക്കുക. എന്താ വിളിക്കുക നമ്മള്? പവർ ഹൗസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഹാർട്ടിൽ കൂടുതൽ കാണപ്പെടുന്നത്? ഹാർട്ടിന്റെ മസിൽസ്, ഹാർട്ട് എന്ന് പറഞ്ഞ ഹാർട്ടിന്റെ മസിൽസ് ഫുൾ ടൈം പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ? മനസ്സിലായോ? ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനർജി തീർന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം പ്രവർത്തനം, കുറച്ചു നേരം ഞങ്ങളൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മസിൽസിന് പ്രവർത്തനം നിർത്തിവെക്കാൻ പറ്റൂ? അങ്ങനെ പ്രവർത്തനം നിർത്തിവെച്ചാൽ പിന്നെ നമ്മൾ ടാറ്റ ബൈ ബൈ പറയുക. അപ്പൊ നമ്മുടെ പ്രവർത്തനം അതോടുകൂടി നിലയ്ക്കും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്
മൈറ്റോകോൺട്രിയോൺ അവിടെ കൂടുതൽ ഇട്ടിറക്കുക. കൂടുതൽ ഇടുമ്പോൾ അവർക്ക് ഇങ്ങനെ എനർജി ഇങ്ങനെ കഴിയണതിനനുസരിച്ച് കൂടുതൽ കിട്ടും. മനസ്സിലായോ? ഹാർട്ടിന് മാത്രമല്ല കേട്ടാ, ഇവിടെ മൈറ്റോകോൺട്രിയോൺ കൂടുതൽ കിട്ടുന്ന വേറെ സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഇതിന് പറയുന്നുണ്ട് ലിവർ ഒരു സ്ഥലം, ഞാൻ കാണിക്കാം, പ്രസന്റ് ചെയ്യാട്ടാ. മൈറ്റോകോൺട്രിയോൺ കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതില് ഒരു സ്ഥലം പറയുന്നത് ലിവർ ആണ്. കണ്ടില്ലേ? ദ പവർ ഹൗസ് ഓഫ് ദ സെൽ ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. കണ്ട, എനർജി ഉണ്ടാക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക, ആൻഡ് സ്റ്റോറേജ്, അത് സ്റ്റോർ ചെയ്യുന്നതും എവിടെയാ? മൈറ്റോകോൺട്രിയോണിലാണ്. അതുകൊണ്ട് മൈറ്റോകോൺട്രിയോണിനെ നമ്മൾ എന്ന് വിളിക്കും? പവർ ഹൗസ് എന്ന് വിളിക്കും. അതേപോലെ അത് നോക്കൂ, അബൻഡന്റ്ലി സീൻ ഇൻ സെൽസ് ഓഫ് ലിവർ, ബ്രെയിൻ, മസിൽ. മസിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഹാർട്ടിന്റെ മസിലിലൊക്കെ ധാരാളമുണ്ട്. പിന്നെ ലിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ലിവർ. ലിവർ എപ്പോഴും മഴയെടുത്തോണ്ടിരിക്കും. നമ്മളിങ്ങനെ കുറെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്ന് ആ വിഷവസ്തുക്കൾ എന്ന് പറയും, നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കളൊക്കെ വേർതിരിക്കുന്ന ആളാണ് ആര്? ലിവർ. മദ്യം കഴിക്കുന്ന ആള് ലിവർ പോയി എന്ന് പറയണത് കേട്ടിട്ടില്ലേ? തുടർച്ചയായിട്ട് മദ്യം കഴിക്കുന്ന ആൾക്കാരുടെ ലിവറാ പോയി കിട്ടും. എന്താ കാരണം? ലിവറ് പണിയെടുത്ത് ഇയാള് കള്ളുടി നിർത്തൂല. ലിവർ ഇങ്ങനെ പണിയെടുത്ത് അവസാനം ലിവർ പറയും എനിക്ക് വയ്യ, ഞാൻ പോവാട്ടാന്ന് പറയും, ഞാൻ നിർത്തുക എന്ന് പറയും. അപ്പോഴാണ്. അതേപോലെ ബ്രെയിൻ, കുറെ നേരം നിങ്ങൾ ഇരുന്ന് ഒരു കണക്കോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കൂ, എന്താ സംഭവിക്കുക? ഒരു തലവേദന തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ക്ഷീണം തോന്നാറുണ്ടോ? ഉറക്കം വരും, ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോവാ? ചോറിലിട്ടല്ല കേട്ടാ, ചോറിലിട്ട് അടഞ്ഞു പോണത് വേറെ. അതല്ലാതെ നമ്മൾ കുറെ നേരം അടുപ്പിച്ചിങ്ങനെ ചിന്തിച്ചാൽ അപ്പൊ നമുക്കൊരു ക്ഷീണം വരും. അതൊക്കെ എനർജി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എനർജി കഴിയുമ്പോഴാണ് ആ ക്ഷീണം വരിക. സാധാരണഗതിയിൽ എനർജി കഴിഞ്ഞാൽ എനർജി കൊടുക്കാൻ വേണ്ടി അവിടെ കൂടുതൽ എന്തുണ്ടാവും? മൈറ്റോകോൺട്രിയോൺ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ രണ്ടാൾക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആരൊക്കെ രണ്ടാൾക്കാര്? രണ്ട് സെൽ ഓർഗനൽസിനെ കുറിച്ച് പറഞ്ഞു. ആരൊക്കെ രണ്ട് സെൽ ഓർഗനൽസ്? ആദ്യം പറഞ്ഞ ഓർഡറിൽ പറയും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെയോ പിന്നെ രണ്ടാമത് പറഞ്ഞത് ഏതാ? മൈറ്റോകോൺട്രിയോൺ. നമ്മളിവിടെ അന്ന് നേരത്തെ നമ്മൾ വരച്ച് കാണിച്ചെന്ന അതേ ഓർഡറിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ പറയുന്നത് മൈറ്റോകോൺട്രിയോൺ. ഓക്കെ, ഏതൊക്കെയാ നമ്മൾ പറയണത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ പറഞ്ഞത് ഏതാ? മൈറ്റോകോൺട്രിയോൺ. ഓക്കെ, ഇത് മനസ്സിലായോ? ഈ രണ്ടെണ്ണം പറഞ്ഞു മനസ്സിലായോ? നോക്കാം. ഇനി ഇത് കൂടാതെ അടുത്തത് മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് ആരെ കുറിച്ചാ? ഓർമ്മണ്ട? ഗോൾജി കോംപ്ലക്സ്. അതിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് നമ്മള്? ഗോൾജി കോംപ്ലക്സ് അതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്താ ഗോൾജി കോംപ്ലക്സ്? നമ്മള് അന്ന് സെല്ല് വരയ്ക്കുമ്പോ ഞാൻ പറഞ്ഞത് ഒരു കുളത്തിൽ ചണ്ടി കിടക്കുന്ന പോലെ കാണുന്ന സാധനം, ഓർമ്മണ്ട? അതന്നെ. അതായത് ഗോൾജി കോംപ്ലക്സ് എന്താ സാധനം? നോക്കൂ, നമ്മളിപ്പോ എന്തെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം കാണാന്ന് വിചാരിച്ചു, ഉടനടി നമ്മുടെ വായില് വെള്ളവും. ഇത് എവിടുന്ന അത് വരണത്? ഇതെവിടുന്ന വരുന്നേ ഇത്രയും വെള്ളം? നമ്മളത് തുപ്പിക്കളഞ്ഞു, വീണ്ടും നമ്മൾ അതേപോലെ ടേസ്റ്റ് ഉള്ള ഒരു സംഗതി കണ്ടു, അപ്പോഴും നമുക്ക് വെള്ളം വരും. ഇത്ര മാത്രം വെള്ളം എവിടുന്ന?
നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ. എന്ന് വെച്ചാൽ അത് എവിടുന്നാ വരണത് അത് ആലോചിക്കൂ. എവിടുന്നാ? വേറെ എവിടുന്നേലും വരുമോ? നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം വരുമ്പോ നമ്മുടെ തലേന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുമോ? അല്ലെ? നല്ല പുളിയുള്ള മാങ്ങ, ഞാനൊരു ഉദാഹരണം പറയുന്നു. നല്ല പുളിയുള്ള മാങ്ങ മുറിച്ചെടുത്തിട്ട് നമ്മളൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നല്ല ഉപ്പും മുളകും ചേർത്ത് ഇങ്ങനെ തിന്നു നോക്കിയാണ് നിങ്ങളതിനെ? ആൾക്കാർക്ക് പറയാൻ പറ്റില്ല, വയറ് വേണം പറഞ്ഞു. ഇല്ലേ? നല്ല പുളിയുടെ മാങ്ങനെ ഉപ്പും മുളകും കൂട്ടി അല്ലേ, വയറ് വെള്ളം വന്നു. ആ വെള്ളം നമ്മൾ ഇറക്കി വീണ്ടും നമ്മൾ അതേ കാര്യം പറഞ്ഞാൽ മതി, വീണ്ടും വെള്ളം വരും. ശരിയല്ലേ? എവിടുന്ന് എത്ര അധികം വെള്ളം? എങ്ങനെയത് വരണത്? അതായത് വയല് നമ്മുടെ ഈ രണ്ട് തൊണ്ടയുടെ ഈ തൊണ്ട കണ്ടില്ലേ, ഈ തൊണ്ടയുടെ മുകളിലും താഴെയുമായിട്ട് ആണ് ഈ വെള്ളം വരുന്ന സാധനം വെച്ചിട്ടുള്ളത്. വയല് തൊണ്ടയുടെ മുകളിലും താഴെയുമായിട്ട് പ്രധാനമായിട്ട്. ഗ്ലാൻഡ് എന്നാ പറയാ നമ്മളതിന്. എന്താ ഇതിനെ പറയുന്ന പേര്? ഗ്ലാൻഡ്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സലൈവറി ഗ്ലാൻഡ്സ് എന്നാ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ എന്താ വിളിക്കുക നമ്മള്? വായന്ന് വരുന്ന വെള്ളം എന്ത് വെള്ളം? സലൈവ. അത് അറിയില്ലേ നിങ്ങക്ക്? അപ്പൊ ആ സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? എന്തുട്ടാ? വായയില് വരുന്ന വെള്ളം ഉണ്ടാക്കുന്ന ഗ്ലാൻഡ്സ്. ഇതേപോലെ ഗ്ലാൻഡ് പല സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ആണ് കൂടുതൽ. പുറത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം കണ്ണെന്ന്. ഇടയ്ക്ക് കണ്ണുനീരൊക്കെ വരാറില്ലേ? നമ്മളിങ്ങനെ വീട്ടുകാരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കണ്ണെന്ന് ഇങ്ങനെ കുടുകുടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം വരും. അപ്പോഴേക്ക് അവര് ആ കാര്യങ്ങൾ സാധിച്ചു തരും. ചെയ്യാറുണ്ടോ നിങ്ങള്? ചെയ്യാറുണ്ട്. കേട്ടില്ലേ? എന്താ ടെക്നിക്കുകള്? നോക്ക, അതും അവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട്, കണ്ണിന്റെ ഉള്ളിൽ, കണ്ണിന്റെ മുകളിലായിട്ട്. മനസ്സിലായോ? ഈ ഗ്ലാൻഡ്, ആ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് അവിടുന്ന് വരുന്ന ലിക്വിഡ്. അത് വെള്ളം എന്ന് നമ്മൾ പറയുന്നു, പക്ഷെ വെള്ളമല്ല. അത് ഒരു വെള്ളമല്ല. സാധാരണ നമ്മൾ കിണറ്റിന്ന് കോരുന്ന വെള്ളമല്ല. കണ്ടിട്ടില്ലേ? കണ്ണുനീരിന് ഉപ്പുണ്ട് അല്ലേ? ഇല്ലേ? പിന്നെ ഉമിനീരിനോ? ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു മുറിവ് പറ്റിയെന്ന് വിചാരിച്ചോ, കയ്യുമ്പോ ഒരു മുറിവ് പറ്റിയോ, ആദ്യം നമ്മൾ പുരട്ടുന്നൊരു മരുന്ന് ഏതായിരിക്കും? ആ മുറിവുമേ സ്പിരിറ്റാ? എന്താന്ന്? പെട്ടെന്ന് കയ്യ് പൊള്ളി, ഉടനടി ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ തുറന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നു. ബെറ്റാഡിന? അതൊന്നുമില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. പെട്ടെന്നൊരു മുറിവ് വന്നാൽ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഓൾറെഡി ഉണ്ട്. അതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ആണ് നമ്മുടെ വായ തുറക്കുക. അവിടെ നിന്ന് ഈ സലൈവറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന സാധനം തേക്കും ചില ആൾക്കാർ. കണ്ടുണ്ടാ? നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല അല്ലേ? നിങ്ങള് എന്താ ചെയ്യാ? ഫുൾ ടൈം ബെറ്റാഡിന് കൈ പിടിച്ച് നടക്കുന്ന ആൾക്കാരാ അല്ലേ? എപ്പം മുറിവ് വന്നാലും ഉടനടി ബെറ്റാഡിൻ. ചെറിയ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യുന്നേ ആൾക്കാർ ചെയ്യുന്നതാണിത് മാഷ് പറഞ്ഞത്. കാരണം അത് ഒരു എന്താ പറയാ, ഒരു അണുനാശിനിയാണ്. നമ്മൾ പറയില്ലേ മറ്റേ ഡെറ്റോളൊക്കെ പോലെ തന്നെ ഒരു സാധനം തന്നെയാണത്. നമ്മൾ ഈ വായയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷവസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ, ബാക്ടീരിയകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കുന്ന സാധനമാണ് സലൈവ. നിസാര സാധനമല്ലാന്ന് കേൾക്കണ്ട?
അപ്പോ ഈ സാധനം, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു സാധാരണ വെള്ളമല്ല, വെറും ഒരു വെള്ളമല്ല. അത് ഓരോരോ ഭാഗത്ത് എന്താണോ ഉണ്ടാകേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ദ്രാവകം അവിടെ ഉണ്ടാക്കും. അതുണ്ടാക്കുന്നത് ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡിന് ഈ കഴിവ് നൽകുന്ന സാധനമാണ് ഏതാ? ഗോൾഗി കോംപ്ലക്സ്. എന്താ പറയാ നമ്മള്? ഗോൾഗി കോംപ്ലക്സ്. ശ്രദ്ധിക്കുക, ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്നത് എല്ലാ സെല്ലിലും ഉണ്ട്. പക്ഷെ എല്ലാ സെല്ലിലും ഈ പറഞ്ഞ പോലെ, നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ലിക്വിഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ദ്രാവകം എപ്പോഴും നമ്മളിപ്പോ വായേന്ന് വരുന്ന പോലെ എല്ലായിടത്തുനിന്നും വരണമെന്നില്ല. മനസ്സിലായോ? ഗ്ലാൻഡ് ഉള്ളിടത്തിലാണ് ഇത് കൂടുതലായിട്ട് വരിക. കാരണം ഗ്ലാൻഡിലാണ് ഗോൾഗി കോംപ്ലക്സ് കൂടുതൽ. സംഭവം മനസ്സിലായി? ഇപ്പൊ നമ്മുടെ സാധാരണ ശരീരഭാഗങ്ങളില് ഗ്ലാൻഡ് എല്ലായിടത്തും ഇല്ല. ഗ്ലാൻഡ് ഉള്ള ഭാഗത്താണ് ഗോൾഗി കോംപ്ലക്സ് കൂടുതലുണ്ടാവുക. എല്ലാ സെല്ലിലും ഉണ്ട്. പക്ഷെ ഗ്ലാൻഡ് ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകളിൽ ഗോൾഗി കോംപ്ലക്സ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഗ്ലാൻഡുകള് എന്താണെന്ന് പറയുന്നത്, എല്ലാ സമയത്തും അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് ആവശ്യമുള്ള ഈ ലിക്വിഡ് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായി? നമുക്ക് നോക്കുകയല്ലേ അതിന്റെ ചിത്രം, ഗോൾഗി കോംപ്ലക്സ്. അപ്പോ ഗോൾഗി കോംപ്ലക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോ അത് ഇതാണ് ഗോൾഗി കോംപ്ലക്സ്. കണ്ടില്ലേ? പേര് കണ്ടില്ലേ? എന്താ ചിത്രം കണ്ടില്ലേ? ഗോൾഗി കോംപ്ലക്സ് എന്തൊക്കെയാ ചെയ്യണത്? കളക്ട് സെൽ സെക്രീഷൻ. കണ്ടാ? കളക്ട് ഗോൾഗി കോംപ്ലക്സിലുള്ള കാര്യങ്ങളാ, ഗോൾഗി കോംപ്ലക്സ് ചെയ്യുന്ന കാര്യങ്ങളാ. സച്ച് ആസ് എൻസൈം. എൻസൈം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എൻസൈം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെയും മുറിവുണ്ടായാൽ ഉടനെ തന്നെ നമ്മൾ ഉമിനീര് തേക്കും. എന്താ കാരണം? ആ മുറിവിൽ വല്ല രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ഉമിനീര് മതി. ആ ഉമിനീര് അതിനെ ഉണക്കും. അതിനെ ഉണക്കുക എന്ന് പറഞ്ഞാൽ ആ രോഗാണുവിനെ കൊല്ലും. അങ്ങനെ രോഗാണുക്കളെ, ശരീരത്തിലേക്ക് കയറുന്ന അപകടകാരികളായിട്ടുള്ള രോഗാണുക്കൾ, വൈറസുകളെയൊക്കെ കൊല്ലുന്ന സാധനമാണ് എൻസൈം. കേൾക്കണ്ട? അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, ഭക്ഷണം, ആ ഭക്ഷണത്തിന് രൂപമാറ്റം വരുത്തുന്ന സാധനം, അതൊക്കെ എൻസൈമാണ്. അപ്പൊ എൻസൈം ഉണ്ടാക്കുന്നു ഗോൾഗി കോംപ്ലക്സ്. പിന്നെ ഒരു സാധനം കണ്ട, ഹോർമോൺ. കണ്ടോ നിങ്ങള്? പിന്നെ ഉണ്ടാക്കുന്ന വേറൊരു സാധനം എന്താ? ഹോർമോൺ. എന്താ ഹോർമോൺ? ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പടപടാന്ന് പറഞ്ഞിങ്ങനെ വളരെയല്ലേ? കഴിഞ്ഞ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോണ്ടായിരുന്ന നിങ്ങളല്ല ഇപ്പോഴത്തെ നിങ്ങൾ ഇത്തിരി കൂടി വലുതായി അല്ലേ? ഇപ്പോ നിങ്ങളുടെ ശരീരത്തിൽ വളരുന്ന ഒരു ഹോർമോൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വളരുന്ന ഒരു ഹോർമോൺ, അതിന് പേരുണ്ട്, സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള ഹോർമോൺ ആവശ്യമുള്ള സമയത്തുണ്ടാവും. ഈ വളരുന്ന ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് നിങ്ങൾ വളരുന്നു. എന്നാൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അതുപോലെ നിങ്ങൾ വളരുന്ന പോലെ അവർ വളരുന്നുണ്ടോ? വീട്ടില് ബാക്കിയുള്ള ആൾക്കാര് വളരുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അവരുടെ ശരീരത്തിൽ ഈ ഹോർമോൺ ഇപ്പൊ ഉണ്ടാവണില്ല. ജീവിതകാലം മുഴുവൻ അത് ഉണ്ടാവില്ല. അത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഉണ്ടാവുള്ളൂ. അതാണ് ഹോർമോൺ. ആവശ്യമുള്ള സമയത്ത് ഉണ്ടാകുന്ന സാധനം, അതാണ് ഹോർമോൺ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം. കേൾക്കണ്ട? പറയണത് മനസ്സിലാവണ്ട മാഷ്? ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം വേണം. അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് ഉണ്ടാകും. അതിനെയാണ് ഹോർമോൺ. ഹോർമോൺ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് പല പ്രവർത്തനങ്ങൾ, നമുക്ക് എന്താ പറയാ, ചില സാഹചര്യങ്ങളിൽ ഒത്തുപോകാൻ നമ്മുടെ ശരീരത്തിനെ തയ്യാറാക്കുന്നത് ഈ ഹോർമോണാണ്. ചില സാഹചര്യങ്ങൾ, പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോഴൊക്കെ അതിനനുസരിച്ച് ഈ ഹോർമോൺ ഉണ്ടാകുന്ന പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വളരുന്ന സാഹചര്യം, അപ്പൊ വളരുന്ന ഹോർമോൺ ഉണ്ടാകും. നിങ്ങള് പെട്ടെന്നൊരു പാമ്പിനെ കാണുമ്പോ പേടിക്കാറുണ്ടാ? പേടിച്ചു വരയ്ക്കാറില്ലേ?
ഇല്ലേ? ആ, ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടും അല്ലെ? ഹൃദയമിടിപ്പൊക്കെ ഇങ്ങനെ പടപടാ പടപടാ എന്ന് പറഞ്ഞടിക്കും ഇല്ലേ? ആ, അപ്പൊ ആ സമയത്ത് ഹോർമോൺ, പലതരത്തിലുള്ള ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് ഇത്ര. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അറിയണില്ലേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. പറയാറില്ലേ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ? ആ, എന്താ കാരണം? നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിനെ ശ്രദ്ധിച്ച് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ അതൊക്കെ വിപരീത ഫലം ഉണ്ടാക്കുക ചിലപ്പോൾ, കേട്ടാ. അപ്പൊ ഈ ഹോർമോൺ എന്ന് പറയുന്ന സംഗതി വളരെ കാര്യമായിട്ട് നമ്മൾ അല്ലെ നമ്മുടെ ശരീരത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ ഇത് ഇവിടെ വേറൊരു സാധനം പറയുന്നുണ്ട്, മ്യൂക്കസ്. എന്താ മ്യൂക്കസ്? മ്യൂക്കസ് എന്താ? മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനം. പിടികിട്ടി എന്താണെന്ന്? ആ, മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരണതല്ല, മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരണതല്ലാട്ടാ. നമ്മുടെ ഉമിനീരില്ലേ, ഉമിനീര് നേരത്തെ പറഞ്ഞില്ലേ, എന്താ സലൈവ, സലൈവയിൽ അടങ്ങിയിട്ടുള്ള സാധനമാണ് മ്യൂക്കസ്. പക്ഷെ മ്യൂക്കസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വഴുവഴുപ്പുള്ളതാണ്, കൊഴുപ്പുള്ള സാധനം. ആ കൊഴുപ്പുള്ള സാധനം തന്നെയാണ് മൂക്കിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് കിട്ടാറ് അല്ലേ? ചെറുപ്പത്തിലൊക്കെ ചെറിയ കുട്ടികളാകുമ്പോ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കും അല്ലേ? പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് ഉപകാരമായിട്ടുള്ള സാധനമാണ് ചില സമയത്തിട്ടാ. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നമ്മൾ വായിലിട്ട് ചവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൽ ഈ മ്യൂക്കസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ അതിലിങ്ങനെ കിടന്ന് ഇങ്ങനെ കുഴയും. എന്തിനാ നിങ്ങൾക്ക് കുഴയണത്? ചവയ്ക്കാതെ നിങ്ങളൊരു ഭക്ഷണം കഴിച്ചു നോക്കിയേ, ചവയ്ക്കാതെ അത്ര വേഗത്തിൽ എളുപ്പത്തിൽ കടന്നു പോവോ തൊണ്ടയിൽ കൂടെ? ഇല്ല, തടയും ഇല്ലേ? ചവച്ചു കഴിഞ്ഞാൽ ഇത് ഇറങ്ങണതറിയില്ല, ബും എന്ന് പറഞ്ഞിട്ട് പോവും. എന്താ കാരണം? ചവയ്ക്കും തോറും ആ ഭക്ഷണത്തിൽ മ്യൂക്കസ് ഇങ്ങനെ കിടന്നിങ്ങനെ മുഴുകണ്. മ്യൂക്കസ് അതിൽ കിടന്നിങ്ങനെ അങ്ങനെ മ്യൂക്കസ് ഇങ്ങനെ ഇതാക്കിയിട്ട് അതിങ്ങനെ ഒരു എന്താ പറയാ വഴുവഴുപ്പുള്ള രൂപത്തിലാവും. അപ്പൊ അത് പെട്ടെന്ന് ഇറങ്ങി. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ ഈ കൊറോണ ടെസ്റ്റ് നടത്തണില്ലേ, കൊറോണ ടെസ്റ്റ്. മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഒരു സാധനം ഇട്ടിട്ട് ടെസ്റ്റ് നടത്തുന്നത് കണ്ടിട്ടില്ലേ? എന്താന്ന്? നിങ്ങക്ക് വന്നാ? എന്റെ ദൈവേ, ഞാൻ മാസ്ക് ഇട്ട് എടുക്കേണ്ടി വരുമോ? അതെയാ? എന്നിട്ട് എന്താ ഉണ്ടായേ? കൊഴപ്പൊന്നും ഉണ്ടായില്ലല്ലോ, വയ്യായി ഒന്നും വന്നില്ലല്ലോ? നിങ്ങക്ക് എന്താ തോന്നിയത് പ്രത്യേകിച്ച്? അത് ശരി. എന്തായാലും ഇനി വരാതെ നോക്കിയോളോട്ടാ. അപ്പോ ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാ അവര് ടെസ്റ്റ് ചെയ്തേ? അതന്നെ, മ്യൂക്കസ് ആണ് അവരെടുത്ത്. തൊണ്ട വരെ എത്തിയില്ലേ അത്? അതന്നെ അവര് ചെക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന സാധനം മ്യൂക്കസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പൊടികളും അണുക്കളൊക്കെ കയറി കഴിഞ്ഞാൽ മ്യൂക്കസ് അതിനെ പിടിച്ചു നിർത്തും. വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വൈറസ് അവിടെ കിടക്കുന്ന പറയണത്, ഈ മ്യൂക്കസ് അതിനെ പിടിച്ചു നിർത്തും. ഇത് സ്റ്റിക്കി അല്ലേ സാധനം? മനസ്സിലായില്ലേ എങ്ങനെ പിടിച്ചു നിർത്തണമെന്ന്? മനസ്സിലായില്ലേ? ഇത് സ്റ്റിക്കി ആയതുകൊണ്ട് എന്തെങ്കിലും വസ്തു അതിനെ കടന്നു പോകുമ്പോ അതുമ്മ ഒട്ടിപ്പിടിക്കും. അപ്പൊ നമ്മൾ അതിലെടുത്തിട്ട് ചെക്ക് ചെയ്താൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഗോൾഗി കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഗോൾഗി കോംപ്ലക്സിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. സംശയമൊന്നുമില്ലല്ലോ അതില്?
ഗോൾഗി കോംപ്ലക്സ് ഗ്ലാൻഡുലർ സെല്ലിലാണ് കൂടുതലായിട്ട് കാണുന്നത്. സി ഇൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലർ സെൽ. അധികമായിട്ട് അമിതമായിട്ട് നമ്മൾ എവിടെ കാണുന്നു? ഗ്ലാൻഡുലർ സെല്ലിൽ കാണുന്നു. കാരണം എന്താ? അത് ഗ്ലാൻഡുലർ സെല്ലുണ്ടാക്കുന്ന എൻസൈം, ഹോർമോൺ, മ്യൂക്കസ്, ഗ്ലാൻഡുലർ സെല്ലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ കേൾക്കണ്ട. അപ്പോ അവിടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന പണിയാണ് ആരുടെ പണി? ശരിക്കും ഗോൾഗി കോംപ്ലക്സ്. അപ്പോ 3 പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ 3 സെൽ ഓർഗനൽസ്? പറയൂ. ഏതൊക്കെയാ 3 പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ്? പറഞ്ഞാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയോൺ, ഗോൾഗി കോംപ്ലക്സ് അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് 3 സോമുകളാണ്. ഏതൊക്കെയാ 3 സോമുകൾ? മറന്നാ? റൈബോസോം, ലൈസോസോം, സെൻട്രോസോം അല്ലെ? റൈബോസോം, സെൻട്രോസോം, ലൈസോസോം. ഏതൊക്കെയാ? തന്നെ 3 സോമുകൾ. എന്താ സാധനം? റൈബോസോമിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്ന ഘടകം സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആ നാര് പോലത്തെ സാധനമാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്വഭാവം എന്താണ് എന്നുള്ളത്. പക്ഷെ ആ നാര് പോലത്തേതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിന് DNA എന്നാ പറയാ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പരമ്പരാഗതമായിട്ട് എല്ലാ ആൾക്കാരുടെയും സ്വഭാവം അതിലുണ്ടാവും. എന്ന് വെച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ അച്ഛൻ്റെയും അമ്മൂമ്മയുടെയും അപ്പാപ്പൻ്റെയും അപ്പാപ്പൻ്റെ അപ്പൻ്റെയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും സ്വഭാവം ഒരുമിച്ച് നമുക്ക് ഇവിടെ വരുമോ? ഇല്ല. ഏതെങ്കിലും ഒരു സ്വഭാവമല്ലേ നമ്മൾ പുറത്തേക്ക് കാണിക്കുള്ളൂ. ഇവരുടെയൊക്കെ സ്വഭാവം നമ്മുടെ കയ്യിൽ ഇവരുടെയൊക്കെ സ്വഭാവം ഉണ്ട് കേട്ടാ. പക്ഷെ നമ്മൾ പുറത്തേക്ക് എടുക്കുക ഇതിലേതെങ്കിലും ഒരാളുടെയാണ്. അതെങ്ങനെ ഈ പുറത്തേക്ക് അങ്ങനെ എടുക്കുന്നത്? അത് തീരുമാനിക്കുന്ന ആളാണ് റൈബോസോം. അത് തീരുമാനിക്കുന്ന ആളാണ് റൈബോസോം. അതായത് റൈബോസോം ഒരു പ്രത്യേക തരം പ്രോട്ടീൻ ഉണ്ടാക്കും. കേൾക്കണ്ട? പ്രോട്ടീൻ. മനസ്സിലായ? ഈ പ്രോട്ടീൻ ആണ് തീരുമാനിക്കുക നമുക്ക് അച്ഛൻ്റെ സ്വഭാവം വേണോ, അമ്മയുടെ സ്വഭാവം വേണോ, അതോ അപ്പാപ്പൻ്റെ സ്വഭാവം വേണോ എന്നുള്ള കാര്യം. കേൾക്കുന്നുണ്ടോ? അപ്പോ ഇതാണ് റൈബോസോം. അതൊന്ന് കാണിച്ചു തരാം. റൈബോസോം നമുക്ക് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല, അത്രയും റൈബോസോമിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ആ റൈബോസോമിനെ ഇതിന് തയ്യാറാക്കുന്ന ആളാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു. ആരാ? സെൽ ന്യൂക്ലിയസിൽ എന്താണ്? ന്യൂക്ലിയോലസ് അല്ലെ? ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞില്ലേ നമ്മള്? റൈബോസോമിനെ അതിന് തയ്യാറാക്കുന്ന ആളാണ് ആര്? ഈ പറയുന്ന ന്യൂക്ലിയോലസ്. ഓക്കെ, കണ്ട? സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. കണ്ട? റൈബോസോം കണ്ടില്ലേ? ഇങ്ങനെ ഒരു ചുവപ്പ് നീലയായിട്ട് 2 കളറില്. ഇത് സാധാരണ റൈബോസോം നമ്മൾ വരയ്ക്കുമ്പോ തന്നെ ആദ്യം ചിത്രം കാണിച്ചപ്പോ തന്നെ കണ്ടു. റൈബോസോം എവിടെ ഇരിക്കണത് ഒന്ന് കാണിക്കാം. റൈബോസോം നമ്മൾ ആദ്യത്തെ ചിത്രം നോക്കട്ടാ. റൈബോസോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റൈബോസോം കണ്ട? ഇതാണ് റൈബോസോം. ഇവിടെ കാണാനില്ല? ഇല്ലല്ലോ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്ന് അതിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിട്ട് കണ്ട? ഞാൻ ഇവിടെ മോസ് പോയിന്റ് ഇവിടെ കാണാം. കണ്ടില്ലേ? മോസ് പോയിന്റ് കണ്ടില്ലേ? അത് കാണാനില്ല അവിടെ ശരിക്കും. അതാണ് റൈബോസോം. അതിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിട്ടാണ് എന്ത് കാണുന്നത്? റൈബോസോം നമ്മൾ കാണപ്പെടുന്നത്. പിന്നെ അല്ലെങ്കിൽ അവിടെ സാധാരണ അങ്ങനെയാണ് കാണുക. ഇനി അവിടെ കണ്ടില്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെയുണ്ടാവുക? പിന്നെ അതുണ്ടാവുക സൈറ്റോപ്ലാസം. വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ? സൈറ്റോപ്ലാസത്തിലുണ്ടാവും. കേൾക്കണ്ട? സെൻട്രോ, മനസ്സിലായോ പറഞ്ഞത്? അപ്പോ ഒന്നുകിൽ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓർ ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം.
ഒന്നുകിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് ഇതിങ്ങനെ കിടക്കും, അല്ലെങ്കിൽ എന്താ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തുമേ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് അതുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? സെൽ ഓർഗനൽസ് ഏതൊക്കെ പറഞ്ഞു? പറയൂ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ആ മിറ്റോകോൺഡ്രിയ, ആ ഗോൾഗി കോംപ്ലക്സ്, ആ റൈബോസം. റൈബോസോം. ഇനി റൈബോസോം കഴിഞ്ഞു, അടുത്ത ആരാ? അടുത്ത സെൽ ഓർഗനൽ. അടുത്ത സെൽ ഓർഗനലാണ് സെൻട്രോസോം. ആരാണ്? ആരാ? സെൻട്രോസോം. ആരാണ് സെൻട്രോസോം? സെൻട്രോസോം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നമ്മുടെ ശരീരം വളരുന്നു. വളരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സെല്ലുകൾ മുറിഞ്ഞ് 2 കഷ്ണങ്ങളായിട്ടാണ്. അങ്ങനെ പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നു. ആ പുതിയ സെല്ലുകൾ വളരുന്നു, വീണ്ടും അത് മുറിഞ്ഞ് പുതിയ കഷ്ണങ്ങളാകുന്നു. അങ്ങനെ അത് വളരുന്നു, വീണ്ടും പുതിയതുണ്ടാകുന്നു. അങ്ങനെ അതായത് 1 2 ആവുന്നു, 2 4 ആവുന്നു, 4 8 ആവുന്നു, 8 16 ആവുന്നു, 16 32 ആവുന്നു, 32 64 ആവുന്നു, 128 ആവുന്നു. അങ്ങനെ 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 പോകുമ്പോൾ നമ്മളിങ്ങനെ വളർന്നു വളർന്നു പോകും. കുറച്ച് കഴിഞ്ഞത് നിൽക്കുണ്ട. മനസ്സിലായോ? ആ, അപ്പൊ ഇത് എപ്പോ വളരണം എന്ന് തീരുമാനിക്കുന്നത് ഒരു ഹോർമോണാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊക്കെ വെറുതെ ശ്രദ്ധിക്കുക. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? കുറച്ച് കഴിഞ്ഞ് ഈ ഹോർമോൺ പിന്നെ ഉണ്ടാവില്ല, അപ്പൊ വളർച്ച അതോടുകൂടി നിൽക്കും. അപ്പൊ അത് നോക്കുക, സെൻട്രോസോം എന്ന് പറയുന്ന സംഗതിയാണ് അത് ഉണ്ടാകുന്നത്. അത് സെൽ ഡിവിഷൻ നടത്തുക എന്നുള്ളതാണ് സെൻട്രോസോമിന്റെ ധർമ്മം. സെൽ ഡിവിഷൻ നടത്തുക എന്നുള്ളത്. നോക്കാം, ഞാൻ ആ ഭാഗം കൂടി ഒന്ന് കാട്ടിത്തരാം ഇതെവിടെയാണെന്നുള്ളത്. സെൻട്രോസോം കണ്ട, ഒരു ബോക്സിൽ കാട്ടി ഇറങ്ങണ്ട. എന്താണ് സെൻട്രോസോം? ഇറ്റ്സ് എ സെൽ ഓർഗനൽ ദാറ്റ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽസ്. The centrioles that play a major role in cell division seen in centrosome. അതായത് സെൽ ഡിവൈഡ് ചെയ്യാൻ സെൻട്രോസോമില് സഹായിക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രോസോമില് ആരാണ് സെൽ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്നത്? സെൻട്രിയോൾ. ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? പറയൂ, എന്തെന്നാ വിളിക്കുക നമ്മള്? സെൻട്രിയോൾ. എന്തെന്നാ വിളിക്കുക? കേൾക്കണ്ട? സെൻട്രിയോൾ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അടുത്തതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലൈസോസോം. എന്താണ് ലൈസോസോം? എന്താ ലൈസോസോം? എന്താ ലൈസോസോം എന്ന് പറഞ്ഞാൽ? ഇപ്പോ കൊറോണ എല്ലാവർക്കും വരുന്നുണ്ടാ? ഇല്ല, എല്ലാവർക്കും വരുന്നില്ല. ഇപ്പൊ ഒരു വീട്ടില് തന്നെ ചില ആളുകൾക്ക് കൊറോണ വരുമ്പോ ചില ആൾക്കാർക്ക് അത് വരുന്നില്ല. എന്തായാലും കാരണം? എന്തായാലും അവര് പറയുന്ന കാരണം, കൊറോണ എല്ലാവർക്കും വരാത്തതിനുള്ള കാരണം എന്താണ്? കാരണം പറയൂ. കൊറോണ എല്ലാവർക്കും വരാത്തതിനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർക്ക് നല്ല ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി കൂടുതൽ. ആരോഗ്യം എന്ന് വെച്ചാൽ കുറെ മസിലുണ്ട് എന്നല്ല പറയണത്, അതല്ല ആരോഗ്യം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? രോഗങ്ങൾ വന്നാൽ അതിനെ തടുത്തു നിർത്താനുള്ള കഴിവ്, അതാണ് ആരോഗ്യം. അപ്പൊ ചില ആളുകൾക്ക് ഈ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കൊറോണ അത്ര പെട്ടെന്ന് ഏൽക്കില്ല എന്നാ പറയണത്. കേൾക്കണ്ട? എന്താണ് ഈ രോഗപ്രതിരോധ ശേഷി? ഇപ്പൊ നമ്മള് കൊറോണ വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തുട്ടാ അത് സംഭവം? വേഗം പറയ്. കൊറോണ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും നിർബന്ധമായി ഡാഷ് ചെയ്യണം. വാർത്തയൊന്നും കാണാറില്ലേ നിങ്ങള്?
മാസ്ക് വെക്കണം. അത് കൂടാതെ മാസ്ക് എല്ലാ കാലത്തും വെച്ച് നടക്കാൻ പറ്റില്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെ ഇപ്പൊ ഒന്നും ഇപ്പൊ മാസ്ക് വെക്കണില്ല. കാരണം എന്താണെന്ന് അറിയോ? അവരെല്ലാവരും ഡാഷ് ചെയ്തു, ഡാഷ് എടുത്തു. വാക്സിൻ, വെരി ഗുഡ്, അതന്നെ വാക്സിൻ. ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കൊറോണ പിന്നെ വരില്ല, വന്നാലും അത്ര ഏശില്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ BCG എന്ന് പറയുന്ന പരിപാടി എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ഉണ്ണിയോളെ കൊണ്ടുപോയിട്ട് BCG ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാ? സ്കൂളിൽ അതേപോലെ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇനി ഓരോ കുത്തിവെപ്പൊക്കെ വരും നിങ്ങൾക്ക്. എന്താ അത്? 5ാം ക്ലാസ്സിലുണ്ടായിരുന്നു. അതൊക്കെ വാക്സിൻ തന്നെയാണത്. എന്തിനാ? രോഗങ്ങൾ വരാതിരിക്കാൻ. ചില ആളുകൾക്ക് ഈ കുത്തിവെപ്പ് നടത്തേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവരുടെ ശരീരത്തിൽ ഇത് വരില്ല. കാരണം അവരുടെ ശരീരത്തിൽ ഈ രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന, രോഗാണു വന്നാൽ തന്നെ അതിനെ നശിപ്പിക്കുന്ന സംഗതി അവരുടെ ശരീരത്തിൽ സ്വയമുണ്ട്. സ്വയമില്ലാത്ത ആൾക്കാരിലാണ് ശരിക്കും ഈ വാക്സിനൊക്കെ വേണ്ടത്. കേൾക്കണ്ട? ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കൊറോണയെ നേരിടാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കണം. ചില ആൾക്കാരില് അതേസമയം ഒരുവിധം എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോ ആ സംവിധാനം ഉണ്ടാക്കുന്ന ആളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ആള്. ആര്? എന്താ? ആരാ? ഹേയ്, മറന്നാ? ഇനി ആരെ പറയാനുള്ളത്? ആരത്? പോയ എല്ലാവരും കാണാല്ലേ? ആരാ? ലൈസോസോം. ലൈസോസോം എന്ന് വെച്ചാൽ നോക്കൂ, എഴുതി വെച്ചിട്ട് നോക്കൂ. ലൈസോസോം കണ്ടെയ്ൻ digestive enzymes that are required for destruction of foreign substances entering the cell. It is seen in animal cell. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ പറയാം. ഡൈജസ്റ്റീവ് എൻസൈംസ്. അപ്പൊ എൻസൈം നമ്മൾ നേരത്തെ പഠിച്ചു. എൻസൈം ആരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു? ആരാ എൻസൈം ഉണ്ടാക്കുന്നത്? ഗോൾജി കോംപ്ലക്സ് എടുത്തപ്പോ നമ്മൾ പറഞ്ഞു, ഗോൾജി കോംപ്ലക്സ് എന്തുണ്ടാക്കുന്നു? എൻസൈം. പറഞ്ഞില്ലേ? ഉമിനീര്, അതിലെ എൻസൈം ഉണ്ട്. കേൾക്കണ്ട? ആ എൻസൈമില് നോക്കുക, ഒരു തരം എൻസൈമാണ് ലൈസോസോം യഥാർത്ഥത്തിൽ. കേൾക്കണ്ട? ലൈസോസോം എന്ന് പറയുന്നത് നമ്മുടെ ഉമിനീരിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുറിവ് പറ്റിയാൽ ഉടനടി ചില ആൾക്കാർ എന്ത് ചെയ്യും? ആ മുറിവ് പറ്റിയോടത്തില് ഇപ്പൊ പൂച്ചയും നായൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ടാ? വല്ലോടത്തിലും വല്ല തട്ട് മുട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയിട്ട് തല തിരിച്ച് ആ ഭാഗം എന്ത് ചെയ്യും? നിന്നിട്ട് എന്ത് ചെയ്യും? നാവ് പുറത്തേക്ക് ഇട്ടിട്ട് എന്താ ചെയ്യാ? പട്ടിമൂച്ചൊക്കെ ചെയ്യ. എന്താ കേട്ടില്ല? തുപ്പലം തേക്കല്ല, നക്കുക അല്ലേ? അതന്നെ. അപ്പൊ അവരത് ചെയ്യണത് എന്താ? അതില് ലൈസോസോം ഉണ്ട്. അവർക്കറിയാം, അവര് ബയോളജി പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. ലൈസോസോം ഉണ്ട്. അതായത് ആ ലൈസോസോം ഉണ്ടാക്കുന്ന ആളാണ് ഗോൾജി കോംപ്ലക്സ്. ആ ഗോൾജി കോംപ്ലക്സ് ഉണ്ടാക്കുന്ന ലൈസോസോം അവിടെ വെച്ച് അവർ തേക്കുകയാണ്. തേച്ച് കഴിഞ്ഞാൽ എങ്ങാനും വല്ല രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതോടുകൂടി അതിന്റെ പണി കഴിയും. പക്ഷെ അവരുടെ ഉമിനീര് നമ്മുടെ ഉമിനീര് പോലെ അല്ലാട്ടാ. കേൾക്കണ്ട? നമ്മുടെ ഉമിനീര് അത്രയ്ക്ക് സ്ട്രോങ് അല്ല. കുറുക്കൻ, ചില ജീവികളുണ്ട്, കുറുക്കൻ, പെരിച്ചാഴി, അങ്ങനെയുള്ള ചില ജീവികളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറ്റേ എന്തുട്ടാ പറയാ, കഴുതപ്പുലി കേട്ടിട്ടുണ്ടോ? പോട്ടെ, പോർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? പോർക്ക് എന്തുട്ട തിന്ന പോർക്ക് എന്തുട്ട തിന്ന? പോർക്ക് തിന്നണ സ്ഥലത്തേക്ക് പോയിണ്ട നിങ്ങൾ? പോർക്കിനെ വളർത്തുന്ന സ്ഥലത്തേക്ക്? തൗട തിന്ന? നല്ല തൗട തിന്ന? പോർക്ക് എന്തും തിന്നും, പ്രത്യേകിച്ച് ചീഞ്ഞതും കേടായതൊക്കെ സാധനങ്ങൾ കൊടുത്തു നോക്കിയ പോർക്ക് ഇങ്ങനെ തിന്നോളും എന്നാ പറയുന്നത്. അല്ലാണ്ട് തവിടൊന്നും കൊടുത്തിട്ടൊന്നും മാത്രല്ല.
കാരണം എന്ത് തിന്നാലും അത് പോർക്കിന് അത് ഡൈജസ്റ്റ് ആവും, ദഹിക്കും, രോഗങ്ങൾ വരില്ല. ഏതേലും പോർക്ക് ഡോക്ടറെ കാണാനായിട്ട് ക്യൂവിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അത് ഇതാണ് കാരണം. എന്ത് കഴിച്ചാലും ഒരു അസുഖവും വരില്ല. പോർക്ക് തിന്നണ സാധനങ്ങളൊന്നും മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ല. പക്ഷെ പോർക്കിനെ മനുഷ്യന്മാർ തിന്നാറുണ്ടാ? അധികം കഴിക്കരുത് കേട്ടാ, കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ. നോക്കുക, അപ്പോ ഈ പറയുന്ന സംഗതികൾ, ഈ ജീവികൾ, സാധാരണ ജീവികൾ, പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെയാ. അവർക്കൊക്കെ പച്ചയ്ക്ക് തിന്നാം എന്തും. നമുക്ക് കഴിക്കാൻ പറ്റുമോ അത്? കാരണം അവർക്ക് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. കാരണം അവരുടെ ലൈസോസോം വ്യത്യാസമുണ്ട്. കണ്ട, ലൈസോസോം കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് എൻസൈം ദാറ്റ് റിക്വയർഡ് ഫോർ ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ സബ്സ്റ്റാൻസസ്. എന്താ ഈ ഫോറിൻ സബ്സ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഫോറിൻ സബ്സ്റ്റാൻസ് ആണ് കൊറോണ. എല്ലാ ആൾക്കാരുടെ ബോഡിയിലേക്കും കയറാൻ തയ്യാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാ ഫോറിൻ സബ്സ്റ്റാൻസ്? മിസ്റ്റർ ഏയ് മറന്ന കൊറോണ ആരാ? ഓക്കെ, ലൈൻ കട്ടായ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആരെ കുറിച്ചൊക്കെ പറഞ്ഞു? എല്ലാം കഴിഞ്ഞു. സെൽ ഓർഗനൽസ് എല്ലാതുമായി ഇട്ടാ. സെൽ ഓർഗനൽസ് എല്ലാതുമായി ഏതൊക്കെയായി ഇപ്പോ പറയൂ? സെൽ ഓർഗനൽസ് ഏതൊക്കെയായി പറയൂ? ഏതൊക്കെയായി? ആദ്യം തൊട്ടൊന്ന് പറഞ്ഞ എണ്ണടുത്ത് അവസാനിപ്പിക്കാം നമുക്ക്. ഞാൻ മാത്രമുള്ളൂ പോയ എല്ലാവരും? ഏതൊക്കെയാ നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞത്? ഏതാ? ഗോൾജി കോംപ്ലക്സ് അല്ല, ആദ്യം പറഞ്ഞത് നമ്മള് ഏതായിരുന്നു? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് കഴിഞ്ഞാൽ ഗോൾജി കോംപ്ലക്സ് അല്ല, അത് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയോൺ, പിന്നെ ഗോൾജി കോംപ്ലക്സ്. അത് കഴിഞ്ഞ സോമുകളാണ്. ഏതൊക്കെ സോമുകൾ? റൈബോസോം, സെൻട്രോസോം, ലൈസോസോം. അതിന്റെ ഒക്കെ മുന്നേ നമ്മൾ ന്യൂക്ലിയസിനെ കുറിച്ച് പറയാം. ഓക്കെ, മാഷ് ക്ലാസ് അവസാനിപ്പിക്കാൻ കേട്ടോ, നല്ല മഴ പെയ്യുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാനപ്പോ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ചോദ്യങ്ങൾ അയച്ചുതരാട്ടാ ഇന്ന്. നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഓക്കെ.